ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ജെറമ്യ 17:5 അത് ലിവിങ് ബൈബിളിൽ നിന്ന് വായിക്കാൻ കുറച്ചുകൂടെ നല്ല ട്രാൻസ്ലേഷനാണ്, ഇമ്പാക്റ്റുള്ള. ദിസ് ഇസ് വാട്ട് ദ ലോർഡ് സേസ്, cursed are those who put their trust in mere humans and turn their hearts away from the Lord. Cursed are those who put their trust in mere humans. വെറും സാധാരണ ജഡിക മനുഷ്യർ അവരിൽ ആശ്രയം വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് ദൈവത്തിൽ നിന്നും ഹൃദയം അകന്നു പോകുക. കാരണം എന്നെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് എത്ര സ്ട്രോങ് ആ വേർഡ്സ്. ഇനി അതിൻ്റെ 7 പറയാമേ. ബട്ട് ബ്ലെസ്ഡ് ആർ ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹാവ് മെയ്ഡ് ദ ലോർഡ് ദെയർ ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. വെറുതെ ട്രസ്റ്റ് ചെയ്യുക മാത്രമല്ല, അത് രണ്ടും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, കർത്താവിൽ വിശ്വസിക്കുകയും, ആൻഡ് ഹാവ് മെയ്ഡ് ദ ലോർഡ് their hope and confidence. അവരുടെ പ്രത്യാശയും അവരുടെ ഉറപ്പും കർത്താവിനെ ആക്കി. കർത്താവിൽ വിശ്വസിച്ചു, അതിനുശേഷം കർത്താവിലോട്ട് ആശ്രയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ പ്രത്യാശ, അവരുടെ ധൈര്യം, അവരുടെ ഉറപ്പ്, ഞങ്ങൾക്ക് എന്തു വന്നാലും കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ഞങ്ങളുടെ കൂടെ കർത്താവുണ്ട്, ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ടെന്താ, ഞങ്ങൾ കുലുങ്ങി പോകത്തില്ല. ഇനി അതിൻ്റെ താഴോട്ട് വായിക്കാം, ഇംഗ്ലീഷിൽ തന്നെ വായിക്കാം. 8ാമത്തെ വാക്യം, ജെറമ്യ 17:8. They are like trees planted along a river bank with roots that reach deep into the water. അവർ നമ്മൾ പണ്ട് വലിയ പോയി കേൾക്കുന്നൊരു വചനമാണ്. ആറ്റരുത്ത് നട്ടിരിക്കുന്നതും ജലത്തിലേക്ക്, നദിയിലേക്ക് വേരുകളൂന്നിയ വൃക്ഷം പോലെ. They are like trees planted along a river bank. ഞങ്ങൾ ഇവിടെ ആറ്റുതീർത്ത മുമ്പാതൊരു തീരത്ത് താമസിക്കും. ഇവിടെ ആ ആറ്റുതീരത്ത് കാടടിച്ച് മനുഷ്യൻ വശക്കേട് വരും. ഇത്രയൊക്കെ ഉണക്കായിട്ട് ഞങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ലോണുണ്ട്, ഗ്രാസ് ഉണ്ട്. അത് വെള്ളം വെച്ചില്ല, അത് മുഴുവൻ ഉണങ്ങിപ്പോകും. പക്ഷേ താഴെ അവിടെ അല്ല, അത് ആറ്റുതീർത്ത്. അവിടെ ഒരു വെള്ളം ഒഴിക്കേണ്ട, ഒന്നും വേണ്ട. നമ്മൾ കാടടിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും അതിനേക്കാൾ ശക്തിയായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആറ്റുതീർത്താണ്, അതിനെപ്പോഴും ജലം കിട്ടിക്കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ. They are like trees. ആരാ? Blessed are those who trust in the Lord and have made the Lord their hope and confidence. They are like trees planted along a river bank. ആണോ? നമ്മുടെ വിശ്വാസ ജീവിതം അങ്ങനെയാണ്. അത് ഉണക്ക് വരുമ്പോൾ വാടിക്കരിഞ്ഞിരിക്കും, മഴക്കാലം വരുമ്പോൾ പിന്നെ പെരുക്കെ നാമ്പ് കൂട്ടി. അതാണ് നമ്മുടെ ജീവിതം. With roots that reach deep into the water. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ, ലേഖനത്തിൽ വായിക്കുമ്പോൾ, ഡീപ്ലി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ്. ഈ റൂട്ടഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ്, കർത്താവിൽ വേര് ഊന്നിയും പടർന്നും. വേരോടത്ത് മാത്രമാണ്, അതങ്ങ് പടരുന്നു. എവിടെ? കർത്താവിൽ. എന്നാൽ കർത്താവിലാണ് നമ്മുടെ വേര്, നമ്മുടെ അടിസ്ഥാനം. അങ്ങനെയുള്ള മനുഷ്യൻ പാടിപ്പോകത്തില്ല. കാരണം അവൻ്റെ ആശ്രയര, അവൻ്റെ നറിഷ്മെൻറ്റ് എവിടുന്ന് വരുന്നത്? ഈ ആറ്റിൽ നിന്നും ഈ ചെടികൾക്ക് വെള്ളം കിട്ടുന്ന പോലെ ഒരു ദൈവത്തിൽ എവിടുന്നാണ് നറിഷ്മെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ സ്ട്രെങ്ത് കിട്ടുന്നത് എവിടുന്നാണ്? കർത്താവ് യേശുവിൽ നിന്നും അല്ലേ? With roots that reach deep into the water, such trees are not bothered by the heat or worried by long months of drought. Such trees are not bothered by the heat. നമ്മളല്ലേ താഴത്തെ ഇവിടെ എന്തൊരു ചൂടായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ നല്ല പച്ചയായിട്ട് തന്നെ നിൽക്കും. ദേ ആർ നോട്ട് ബോതേഡ് ബൈ ദ ഹീറ്റ് ഓർ വറീഡ് ബൈ ലോങ് മന്ത്സ് ഓഫ് ഡ്രോട്ട്. നീണ്ട വരൾച്ച ഉണ്ടായാലും ആറ്റ് വെള്ളമുള്ളിടത്തോളം കാലം അതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കർത്താവിൽ തന്നെ ആശ്രയിക്കുന്നത്. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിക്കുകയും കർത്താവ് നമ്മളുടെ പ്രതീക്ഷയും ആശ്രയവുമായിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ പല പ്രതിസന്ധിയോടെ കടന്നു പോകേണ്ടി വരും. നല്ല സമ്മർ, ജീവിതത്തിൽ നല്ല സമ്മറിൽ കൂടെ കടന്നു പോകേണ്ടി വരും.
ചിലപ്പോൾ കുറേ നാളത്തേക്ക് പല പ്രതിസന്ധികൾ നമ്മളെ വിട്ടുമാറാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അന്നൊരു അവൻ്റെ റൂട്ട് എവിടെയാണ്? കർത്താവിൽ. അവൻ്റെ നറിഷ്മെൻറ്റ് സപ്ലൈ എവിടുന്ന? കർത്താവിൽ നിന്നാണ്. ഈ വരൾച്ചയിൽ പല പ്രതിസന്ധി ചിലപ്പോൾ മാറുകയില്ലായിരിക്കും. പക്ഷേ ഇദ്ദേഹമോ ഇയാളോ നല്ല സ്ട്രോങ് ആയിട്ട് കർത്താവിലേക്ക് കണ്ട അങ്ങനെ ഒരു വരൾച്ച ഉണ്ടായിട്ട് തോന്നത്തേയും. ഇങ്ങനെയാണോ നമ്മുടെ ജീവിതം? അതോ ചെറിയൊരു ചൂടുകാറ്റടിച്ചാൽ മതിയോ അന്നേരം വാടി തളർന്ന്? ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ വചനം പറയുന്നത് ദോസ് ഹു ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷെ പല ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറയുന്നത് പല ആൾക്കാരെ ശ്രദ്ധിക്കുമ്പോൾ ദോസ് ഹു ലെഡ് ബൈ ദർ ഇമോഷൻസ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് മാറ്റി പറയാത്തത്. എന്നൊരു മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ്. രാവിലെ ഒരു മൂഡ്, ഉച്ചയ്ക്ക് മറ്റൊരു മൂഡ്, വൈകിട്ട് വേറൊരു. പത്രോസ് അങ്ങനെയായിരുന്നു കേട്ടോ. പത്രോസിനെ കുറിച്ച് കർത്താവ് രാവിലെ കുറേ ബോധ്യങ്ങളുണ്ട്. പത്രോസിൻ്റെ അത്രയും മൂഡ് സ്വിങ്സ് ഉള്ളൊരു മനുഷ്യരില്ലേ. ഞാനത് അടുത്തൊരു എപ്പിസോഡിൽ പറഞ്ഞ് കേൾപ്പിക്കാം. എൻ്റെ അതിൻ്റെ വചനത്തിൽ തന്നെയാണ് കേട്ടോ, അല്ലാതെ എൻ്റെ ഒരു സങ്കല്പത്തിൽ വന്നൊന്നും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.